السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. യൂട്യൂബ്, വാട്സപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ സ്വലാത്തുൽ ഫാത്തിഹ് ഇപ്പോൾ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. പക്ഷേ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ രൂപം പലതിലും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. സ്വലാത്തുൽ ഫാത്തിഹിനെ കൂടുതൽ പരിപൂർണമാക്കാം എന്ന ഉദ്ദേശത്തിലാവാം ഈ സ്വലാത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ എന്താണ് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ യഥാർത്ഥ രൂപം? സ്വലാത്തുൽ ഫാത്തിഹ് ആരാലും രചിക്കപ്പെട്ട ഒരു സ്വലാത്തല്ല എന്ന കാര്യം സുപരിചിതമാണ്. വൈബിയായ ലോകത്ത് നിന്നും വെളിപ്പെട്ടതാണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്തിൻ്റെ ഉടമ സയ്യിദുന ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ ആയതിനുള്ള കാരണം മഹാനവറുകളിലൂടെ ഈ സ്വലാത്ത് അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ മഹാനവറുകൾ ഈ സ്വലാത്ത് രചിച്ചതുകൊണ്ടോ അല്ല, മറിച്ച് മഹാനവറുകൾക്കാണ് ഈ സ്വലാത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും തുറക്കപ്പെട്ടത് എന്ന കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട ആധികാരിക ശബ്ദം അത് സയ്യിദുന ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ മാത്രമാണ്. മഹാൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന രൂപം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലി ഹഖ് ഖദ്രി വമിഖ്ദാരിൽ അളീം. ഈ സ്വലാത്തിൻ്റെ ആത്മീയമായ രഹസ്യങ്ങൾ ഷെയ്ഖ് തിജാനി റളിയല്ലാഹു തങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾക്കും തുറക്കപ്പെടാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ലഭിക്കപ്പെട്ട രൂപങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്ന് തുടക്കത്തിൽ ചൊല്ലി ഈ സ്വലാത്തിൻ്റെ കൂടെ സലാമു കൂട്ടുന്നവരുണ്ട്. തിജാനി റളിയല്ലാഹു തങ്ങൾ പഠിപ്പിച്ച സ്വലാത്തിൽ സലാം ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സലാമു ചൊല്ലാനും അള്ളാഹു കൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് സലാം കൂടി കൂട്ടിയാൽ നല്ലതല്ലേ എന്നാണ് അവരുടെ പക്ഷം. യഥാർത്ഥത്തിൽ അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ പഠിപ്പിച്ച സ്വലാത്തുൽ ഫാത്തിഹിൽ സലാമിൻ്റെ പരിപൂർണ രൂപമാണ് ഉള്ളത്. സാധാരണ സ്വലാത്തുകളിൽ സലാം ചെല്ലുന്നത് മദീനത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യമായ ശരീരത്തോടാണെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹിൽ സലാമു ചെല്ലുന്നത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മുഹമ്മദിയ പ്രകാശത്തോടാണ്. വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിൽ അളീം എന്ന് പറയുന്നത് സലാമിൻ്റെ ഹക്കീക്കത്താണ്. മുഹമ്മദിയ ഹക്കീക്കത്തിന് രണ്ട് വശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വശം അള്ളാഹുവിൻ്റെ സ്വലാത്തുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തെ വശം അള്ളാഹുവിൻ്റെ സലാമുമായി ബന്ധപ്പെട്ടതുമാണ്. സ്വലാത്തുൽ ഫാത്തിഹിൽ രണ്ടും അതിൻ്റെ പരിപൂർണതയിൽ കാണാം. അപ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സ്വലാത്തുൽ ഫാത്തിഹിൽ സലാമു കൂട്ടുന്നവർ യഥാർത്ഥത്തിൽ സ്വലാത്തിൻ്റെ പോരിശ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി പറയട്ടെ. സ്വലാത്തുൽ ഫാത്തിഹിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ മാത്രമേ പറയുന്നുള്ളൂ, സഹാബത്തിനെ പറയുന്നില്ല എന്ന കാരണം കൊണ്ട് വഅലാ ആലിഹി വസ്വഹബിഹി എന്ന് കൂട്ടുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥതലങ്ങൾ ചുരുക്കുക മാത്രമാണ്. കാരണം സ്വലാത്തുൽ ഫാത്തിഹിൽ ആൽ എന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അവരുടെ ശാരീരിക കുടുംബം മാത്രമല്ല ഉദ്ദേശം, മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. പ്രപഞ്ചം ഉണ്ടായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നായത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം അവരുടെ കുടുംബമാണ്. ഈ കുടുംബത്തെയാണ് സ്വലാത്തുൽ ഫാത്തിഹിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ സഹാബത്തും അമ്പിയാക്കളും മറ്റ് ഔലിയാക്കളും മനുഷ്യന്മാരും എല്ലാവരും പെട്ട്. ഇനി ഒരാൾ വസ്വഹബി എന്ന് കൂട്ടിയാൽ അതുകൊണ്ട് ആൽ എന്ന പ്രയോഗത്തിന് ശാരീരിക കുടുംബം എന്ന അർത്ഥം മാത്രമായി ചുരുക്കപ്പെടും. അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹിൽ സഹാബത്തും നബി കുടുംബവും മാത്രമേ ഉള്ളൂ എന്ന് വരും. അതുകൊണ്ട് ഒരാൾ
അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ നൽകിയ രൂപത്തിൽ അല്ല സ്വലാത്തുൽ ഫാത്തി ചൊല്ലുന്നത് എന്ന് കരുതുക. അവർക്ക് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പ്രതിഫലം ലഭിക്കുമോ? അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹിലൂടെ ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യം ലഭിക്കുമോ എന്നൊരു ചോദ്യം വരാം. സ്വലാത്തുൽ ഫാത്തിഹിനെ വ്യത്യസ്തമായ രൂപത്തിൽ ചൊല്ലിയാൽ തീർച്ചയായും അവർക്ക് സാധാരണ സ്വലാത്തു ചൊല്ലിയതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. പക്ഷേ അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങളും പ്രതിഫലവും എത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ യഥാർത്ഥ ഗുണം ലഭിക്കണമെങ്കിൽ ഈ സ്വലാത്ത് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ചെന്നെത്തുന്ന സിൽസിലയിൽ നിന്ന് തന്നെ സ്വീകരിക്കുക. അതായത് ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമുഖത്ത് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഇജാസത്ത് കൊടുക്കാൻ അധികാരമുള്ളവർ ഞാനും എൻ്റെ ത്വരീഖത്തിൽ പ്രവേശിച്ചവരും മാത്രമാണ്. അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഇജാസത്ത് ചൊല്ലാനുള്ള സമ്മതം അത് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആത്മീയ വഴിയായ പരിശുദ്ധ തിജാനി ത്വരീഖത്തിലെ അഹ്ലുകാരിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം മഹാനവറുകൾ പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഇജാസത്ത് ലഭിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.